ചടങ്ങ് കഴിഞ്ഞിട്ട് നമ്മുടെ മോളെങ്കിൽ വിളിച്ചോണ്ട് വരുമോ? വിളിച്ചോണ്ടൊക്കെ വരും. എന്നിട്ട് മോളിവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവള് നിൽക്കുന്നത് അനന്തുവിന്റെ വീട്ടിലല്ലേടാ. മോള് വരുമ്പോ കൂടെ കണ്ണനും കാണുമോ? അങ്ങനെ ഒരു പതിവില്ലല്ലോടാ. 7-ാം മാസത്തെ പെണ്ണിനെ വിളിച്ചോണ്ട് വരുമ്പോ അവരുടെ കൂടെ ഭർത്താക്കന്മാര് പോവോ? ഇവളെ ഇവിടെ വീട്ടുകാർ വിളിച്ചോണ്ട് പോയപ്പോ നീ കൂടെ പോയായിരുന്നോ? കണ്ണന് വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വരാൻ പറ മോഹിനി. എന്നിട്ട് എന്തിന്? വിളമ്പാനുള്ളതൊക്കെ അവന്റെ മുന്നിൽ വിളമ്പാനാണോ? അമ്മേ നോക്കിക്കോണേ. ഓ, ഇനി നല്ലൊരു ചാട്ടവാറും കൂടെ വാങ്ങിച്ചു വെക്കണം. കുഞ്ഞുനാളിൽ പോലും ഇവനെ ഞാൻ നന്നായിട്ട് തല്ലിയിട്ടില്ല. അതിന്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട്. അടിച്ചവന്റെ പുറം പൊളിക്കണം. ദേ അടങ്ങി ഒതുങ്ങിയിരിക്കണം, അല്ലെങ്കിൽ അമ്മ പറഞ്ഞത് ചെയ്യും. അയ്യോ 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 എന്റെ പൊന്നുമക്കളെ, നിനക്ക് എന്താടാ പറ്റിയേ? വഴിയെ കൂടെ പോകുന്നവരെല്ലാം നിന്റെ ഈ കരച്ചിൽ കേട്ട ഓടി ഇങ്ങോട്ട് വരുമല്ലോ. നിന്റെ അച്ഛൻ ചത്തിട്ട് വർഷം കുറെ ആയില്ലേ, പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ മോങ്ങുന്നേ? അവനിവന്റെ ശരീരത്തിൽ കയറിയതെന്തോ വല്ലാത്തൊരു നോട്ടമാണല്ലോ. അല്ല, പകൽ സമയത്ത് അങ്ങനെ ആത്മാവ് ദേഹത്ത് കയറത്തില്ലല്ലോ. എന്റെ ഭഗവാനെ, ഈ സമയത്ത് ഇവിടെ ഞങ്ങൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ. എന്റെ കൊന്നു കെട്ടി തൂക്കുമെന്തോ. എന്താടാ പ്രതാപ, എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്റെ അമ്മായിയമ്മ കിടന്ന കിടപ്പി തീരുകയായിരുന്നു. മരിക്കുന്നതിന്റെ അന്നും അതിന്റെ തലേ ദിവസവും നിങ്ങളും എന്റെ അമ്മായിയമ്മയും കൂടെ നല്ല വഴക്കുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അതൊക്കെ എന്തിനാണ് ഇപ്പൊ പറയുന്നത്? അന്ന് എന്റെ അമ്മായിയമ്മയ്ക്ക് നിങ്ങൾ സ്നേഹത്തോടൊരു ജ്യൂസ് കൊടുത്തില്ലായിരുന്നോ? ആ ജ്യൂസിലെ വിഷമുണ്ടായിരുന്നു. നീ എന്തൊക്കെയാണോ ഈ പറയുന്നത്? എന്റെ അമ്മായിയമ്മയെ നിങ്ങൾ വിഷം കൊടുത്ത് കൊന്നതാ മോഹിനിയുടെ അമ്മേ. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? വിശ്വം തന്നെ. അവര് രണ്ടാളും ഒന്നിച്ചാ നടക്കുന്നേ. എന്റെ അമ്മായിയമ്മയും വിശ്വനും. എന്റെ ഭഗവാന്, നടന്നതൊക്കെ അതേപടി ഇവൻ പറയുവാണല്ലോ. അറിയാത്തയും കേൾക്കാത്തയും കാര്യങ്ങൾ വെറുതെ വിളിച്ചു പോയിക്കൊണ്ട് നടക്കരുത്. തലയ്ക്ക് വെളിവില്ലെന്ന് കരുതി ഓരോന്നും ഊഹിച്ച് പറയരുത്. ഊഹിക്കുന്നതല്ല, വിശ്വം വന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെ പറ്റി അവൻ പറയുന്നത് കേൾക്കുമ്പോഴുണ്ടല്ലോ, എനിക്കെന്റെ ശരീരം തന്നെ കത്തിച്ചു കളയാൻ തോന്നുക. ദുഷ്ട, എന്തൊരു സ്ത്രീയാ നിങ്ങള്? നിങ്ങളൊരു അമ്മയാണോ? എടാ പ്രതാപ, എടാ പ്രതാപ, കണ്ണനോട് അവന്റെ അച്ഛനെ കൊന്നത് നീയാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞെന്ന് ലക്ഷ്മി നിന്നോട് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ ഇവിടെ കിടന്ന് കരയുന്നേ? നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് എന്തിനാ? ഞാൻ വേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളാ എന്റെ അമ്മായിയമ്മയെ കൊന്നത്. വിശ്വനെ കൊന്നത് ഇവനാണെന്ന് ഇവൻ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ട് നടന്നത്. ഇപ്പൊ ഇവന്റെ അമ്മായിയമ്മയെ കൊന്നത് ഞാനായി. ഇനി ഇതും അവൻ വിളിച്ചു പോയിക്കൊണ്ട് നടക്കുമോ എന്തോ. മോഹിനിയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഈ കാര്യം. ഇനി എന്നെ കൊണ്ട് ഇത് വെറുതെ പറയിപ്പിക്കരുത്. എന്റെ പൊന്നു പ്രതാപ്, അവരാരും ഇപ്പൊ ഇവിടെ ജീവിച്ചിരിപ്പില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരാ പറഞ്ഞ ജീവിച്ചിരിപ്പില്ലെന്ന്? എല്ലാരും എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. അവന്റെ അമ്മായിമ്മ കൊന്നത് ഞാനാണെന്ന് വേറെ ഒന്നുമില്ല അവര് പറയാൻ. നീ തന്നെ കൊന്നേ.